ഒരു ക്യാരവാനിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു. ദാ നിൽക്കുന്ന ആ പയ്യനാണ്, നിങ്ങളുടെ സൂപ്പർ സ്റ്റാറാണ് അന്നത്തെ ആ പയ്യൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത് ടോവിനോനെയാണ്. കട്ടപ്പന ഷൂട്ട് ചെയ്തിരിക്കുമ്പോഴേക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് മമ്മൂക്കെ സംസാരിച്ചു, മീശ വെപ്പാനോടാ എന്തോ മമ്മൂക്കയുടെ കൂടെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടല്ലോ, അതെന്താ ഫൈറ്റ് സീനും ഇങ്ങനത്തെ ചേസ് സീനും ഒക്കെ ഷൂട്ട് ആണെങ്കിൽ ഫുൾ ഡേ പല ആംഗിളിൽ കിതച്ച് പട്ടിയാവാന്നൊക്കെ പറയൂലേ. ശമ്പളത്തിന്റെ കാര്യം പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇയാള് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്, അപ്പൊ ഇതാണ് പ്രൊഡ്യൂസർ, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പിടിക്കണം. ഒരു പടത്തിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ട്വിൻസ് ആയി കഴിഞ്ഞുള്ള അവസ്ഥ ശരിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നൊക്കെയുള്ള ആ ഒരു ബൈബിൾ വേർഡ് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്വേഷണങ്ങളും എല്ലാ തേടലുകളും എല്ലാത്തിനൊരു ഉത്തരം പോലെയാണ് ആ ഒരു ബൈബിൾ വചനം, അല്ലേ? അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിക്ക് ഇതിനേക്കാൾ ആപ്റ്റായിട്ടൊരു പേരിടാനില്ല എന്ന് വേണം പറയാനായിട്ട്. ഇപ്പം എൻ്റെ കൂടെയുള്ളത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയുടെ ടീം, ആക്ടർ ടോവിനോ, ആക്ടർ വിനീത്, രണ്ടുപേർക്കും നമസ്കാരം. അപ്പോൾ ഈ ഒരു ബൈബിൾ വചനം പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പോസ്റ്ററിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ചേർച്ചിൻ്റെ ഒരു പ്രസൻസ് ആണ്. സോ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഈ ചേർച്ചിന് കണക്ഷൻ ഉണ്ടോ? അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇതൊരു ത്രില്ലർ കൈൻഡ് ഓഫ് സിനിമയല്ല തോന്നുന്നു, അല്ലെ? കൂടുതലും അന്വേഷണമാണ് ഇതില്. അങ്ങനെ സീറ്റഡ് ത്രില്ലർ അല്ല, പക്ഷെ തീർച്ചയായിട്ടും ഈ സിനിമ കാണുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ത്രില്ല് എന്തായാലും ഉണ്ട്. ഇതിനകത്ത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര അതിഭീകര ട്വിസ്റ്റ് എന്നാലും അതൊക്കെ ഉണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള അതെല്ലാം ഉണ്ട്. പക്ഷെ ഞാനതിൽ കൂടുതലും കാണുന്നത് ഇതൊരു ക്യാരക്ടേഴ്സിന്റെ ജേണിയാണ്. ഞങ്ങൾ 4 പേര് ഞങ്ങളുടെ ഒരു ജേണി ആയിട്ടും കൂടിയാണ് ഞാനിന്ന് കാണുന്നത്. പിന്നെ ഇതൊരു പീരിയഡ് സിനിമയാണ്. ആ കാലഘട്ടത്തിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 93-94 ആ കാലഘട്ടത്തിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ അത്രയും സാങ്കേതികമായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അന്ന് വളരെ കുറവാണ്. അത് വെച്ചിട്ടുള്ള ഒരു കേസ് അന്വേഷണം ഒക്കെ ആയത് കാരണം കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ ഒക്കെ ഒരു മൂഡ് കിട്ടും. അതായത് ഫോണില്ല, ഫോണെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ ഇല്ല, അല്ലെങ്കിൽ CCTV ഇല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഇൻവെസ്റ്റിഗേഷൻ കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ നമ്മളുടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് തന്നെയായിരിക്കും സാഹചര്യ തെളിവുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മറ്റേ ഈ ഹാക്കർമാരെ വെച്ചിട്ട് മറ്റേത് ഹാക്ക് ചെയ്ത് കംപ്ലീറ്റ് എവിഡൻസുമായിട്ട് വരുന്നു എന്നുള്ളതിനേക്കാളും അസംഷൻസ് കൂടെ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് തെളിയിക്കുന്ന. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ 4 പേർ സംഘത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. 4 പേരാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ 2 പേര് സേനൻ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ആനന്ദ് നാരായണൻ ഉണ്ട്, 2 പേരുമാണ്. ബാക്കി 2 പേരുണ്ട്. അപ്പോ ഇപ്പൊ നമുക്ക് കബീർ എന്നുള്ള ക്യാരക്ടർ ചെയ്യണത് രാഹുൽ രാജഗോപാൽ, സുഗു എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നത് പ്രമോദ്. ഓക്കെ. അപ്പൊ ഈ 4 പേരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ യാത്രയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് ഇതുപോലൊരു 4 പേർ സംഘമാണ്. അവരങ്ങ് പോവാണ്. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ 4 പേരുടെ ഒരു സംഘം ഏകദേശം നമ്മുടെ പോലുള്ളൊരു സാധനം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പക്ഷെ അതും എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ആ സിനിമയിലുള്ളത്. അതും ഇതും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 സിനിമകളാണ്. ആ സമയത്ത് റോബി ഞങ്ങള് ABCD മുതൽ പരിചയമുണ്ട്. റോബി അതിന്റെ ഡയറക്ടർ, ശരിക്കും സിനിമാറ്റോഗ്രാഫറാണ്. അന്ന് ജോമോൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു റോബി. പിന്നെ അർജുൻ രാധാകൃഷ്ണൻ അതിനകത്ത് അഭിനയിച്ചിരുന്നു. പിന്നെ നമ്മള് ആദ്യത്തെ സ്കെഡ്യൂൾ അവിടെ കട്ടപ്പന ഷൂട്ട് ചെയ്തിരിക്കുമ്പോഴേക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് മമ്മൂക്കെ സംസാരിച്ചു, നമുക്ക് മീശ വെപ്പാനോടാ, എന്റെ മീശ ഒരു ഇച്ചിരി നല്ല ഒറിജിനലാണ്. അപ്പൊ അവിടെയും പോലീസ് പടാ ഇവിടെയും പോലീസ് പടാ കുറിച്ച് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇത് ഒരിക്കലും ഒരു ഇപ്പൊ പോലീസ് യൂണിഫോം ഇട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് കഥയാണെന്ന് ചോദിച്ചാൽ വേറെ സിമിലാരിറ്റികളൊന്നും ഇല്ലാത്ത സിനിമയാണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ പോലീസ് വേഷങ്ങൾ ആദ്യമായിട്ടല്ല ചെയ്യണത്. ഇപ്പോൾ ടോവിനോ ആണെങ്കിലും ചേട്ടനാണെങ്കിലും ആദ്യത്തെ അല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു പോലീസ് വേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് 2 പേർക്കും ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത് ഇതുവരെ ചെയ്തതിൽ നിന്ന്? ഡിഫറൻസ് ഈ കഥ തന്നെ. നമ്മള് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ആണ് സാർ. നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, ബഹുമാനമാണ്. അപ്പൊ ഏത് ഇൻവെസ്റ്റിഗേഷനും 100% നമ്മൾ കൂടെ നിൽക്കുന്നു. ഓക്കെ. ഓക്കെ. നീതി നമ്മളുടെ ഇൻവെസ്റ്റിഗേഷന്റെ വഴി തെളിക്കും എന്നുള്ളതാണല്ലോ ഓട്ടോമാറ്റിക്കലി അതിൽ എഴുതിയിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനകത്ത് അത്ര സിനിമാറ്റിക് പോലീസ് അല്ല, കുറച്ചും കൂടെ റിയാലിറ്റിയോട് അടുത്ത് നിൽക്കുന്ന പോലീസ് ആയിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്
എസ്രയില് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒരു ACP ആണ്. അത് ഭയങ്കര സിനിമാറ്റിക് ഒന്നുമില്ല. അതും ഈ പറഞ്ഞ പോലെ ഒരു വേറെ രസമുള്ള ഒരു ക്യാരക്ടർ റോളായിരുന്നു. പിന്നെ കൽക്കിയിൽ ചെയ്തിട്ടുണ്ട്, തരംഗത്തിൽ ചെയ്തിട്ടുണ്ട്. തരംഗത്തിൽ യൂണിഫോം ഒന്നും ഇല്ലെങ്കിൽ പോലും മഫ്തിയാണ്. കൽക്കിയില് ചെയ്തേക്കുന്നത് കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാളായിട്ടല്ല, കുറച്ചും കൂടെ ലാർജർ ദാൻ ലൈഫ് അങ്ങനെയാണ് ആ ക്യാരക്ടറിന്. ഇത് പക്ഷെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള, ശരിക്കും നമ്മൾ കാണുന്ന ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന പോലീസുകാരെ പോലെ ഉള്ള ഒരു ആള്, ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഈ ജോലിനെ സമീപിക്കുന്ന ഒരാൾ. മറ്റുള്ളത് ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം അതാണ്. അത് പിന്നെ രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരാൻ ഒറിജിനാലിറ്റി കുറച്ച് കൂടുതലുണ്ടായിരിക്കും അല്ലേ? ആ, മറ്റേ കൽക്കിക്ക് അത്ര ഒറിജിനാലിറ്റി വരരുതായിരുന്നു. കാര്യം വെച്ചാൽ അപ്പോൾ ഈ റിലേറ്റബിൾ ആയി പോകും. അങ്ങനത്തെ ഒരാൾക്ക്, നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും പേര് ഇടിച്ചിടാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ വൾണറബിൾ ഒക്കെയാണ്. കൽക്കിയിലെ ക്യാരക്ടർ വൾണറബിൾ ഒന്നല്ല, ഇയാൾ ഇത്തിരി വൾണറബിൾ ആണ്. അങ്ങനെ 10 പേരൊന്നും ഇടിച്ചിടാൻ കഴിവുള്ള അങ്ങനത്തെ ആളൊന്നുമല്ല അയാള്. പക്ഷെ 1-2 പേരൊക്കെ ഇടിച്ചിടാൻ പറ്റുമായിരിക്കും അല്ലേ? ഇടിയുടെ കാര്യം പറയുമ്പോൾ ഇതിൽ ഫൈറ്റ് സീൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. ഫൈറ്റ് സീക്വൻസസ് വളരെ ഇല്ല ഇതിനകത്ത്. അങ്ങനെ ഫൈറ്റേ ഇല്ലല്ലോ. ഉണ്ട്, ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ആവശ്യത്തിന് നമ്മൾ ഇടുന്ന കുറച്ച് ഫൈറ്റ്, പോലീസ് കഥ പറയുമ്പോൾ കാണിക്കേണ്ടതായിട്ടുള്ള കുഞ്ഞ്. ഓക്കെ. അതുപോലെ പോലീസ് വണ്ടി അല്ലെങ്കിൽ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതുവരെ കണ്ടുവച്ചതിൽ നമ്മുടെ മനസ്സിലേക്ക് ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലങ്ങനെ ചേസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ചേസ് ഉണ്ട്, പക്ഷെ പോലീസ് വണ്ടി ഇല്ലെന്നുള്ളൂ. കാൽനടയായിട്ടുള്ള ചേസ് ആണെന്നുള്ളൂ. ഓട്ടം അതെന്ന് കുറച്ച് അത് കുറച്ച് ഉണ്ട്. അന്ന് ഒരു 2 റൗണ്ട് ഓടി കഴിയുമ്പോഴത്തേക്കും നമ്മള് വയർത്ത് കുളിച്ച്, അപ്പോഴായിരിക്കും അതിന്റെ മിഡ്, അതിന്റെ വൈഡ്, അതിന്റെ ഇപ്പുറത്തെ ആംഗിള്, അപ്പുറത്തെ ആംഗിള്. രാവിലെ നമ്മള് ജിമ്മിൽ പോയാലേ നമുക്ക് 1 മണിക്കൂർ ഓടിയാൽ മതി, അല്ലെങ്കിൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ മതി. ഒരു ഫൈറ്റ് സീനോ ഇങ്ങനത്തെ ചേസ് സീനോ ഒക്കെ ഷൂട്ട് ആണെങ്കിൽ ഫുൾ ഡേ കിതച്ച് പട്ടിയാവാന്നൊക്കെ പറയൂലേ. ഇത് സസ്പെൻസ് നിറഞ്ഞ സിനിമയെ കാരണം ഞാനധികം സിനിമയെ കുറിച്ച് ഒന്നും പറയില്ല. എന്നോട് അതേ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാനായിട്ട് ഒന്നും അധികം പറയില്ല, എന്തെങ്കിലും അബദ്ധമായാലോ ഞാനൊന്നും അറിയാം, മീറ്റർ അറിയാം. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കൈതു പോയാലേ. അതെ, ഞാൻ എഡിറ്റ് ചെയ്യും, പേടിക്കണ്ട, ഉറപ്പാണ്. ബാക്കി ഓക്കെ. അപ്പോൾ ചേസ് ചെറുതായിട്ടുണ്ട്, ചെറിയ ഫൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഈ സിനിമയിൽ അല്ലേ? അപ്പോൾ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ള വിനീതേട്ടൻ്റെ അടുത്ത്, ഇപ്പം ഞാൻ ശരിക്കും പേഴ്സണലി നോട്ടീസ് ചെയ്തത്, എനിക്ക് തങ്കത്തിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് വിനീതേട്ടൻ. ആസ് ആൻ ആക്ടർ വിനീതേട്ടന് ഏറ്റവും ഇവിടുന്ന് ഞാൻ ഒരു ആക്ടറായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു, ഈ സിനിമയിലൂടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ളൊരു സിനിമ ഏതാ? അപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും എന്നാ ആൾക്കാര് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളെന്ന് അറിയുന്നത് അങ്കമാലി ഡയറീസ് കഴിഞ്ഞാണ്. ആളല്ലേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു എപ്പിസോഡായിരുന്നല്ലോ മറ്റേ മലമ്പാമ്പിന്റെ. പിന്നെ നമ്മളൊരു ത്രൂട്ടൊരു പടം, അതായത് ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്യുന്നത് തങ്കാണ്. അതിനുശേഷം അന്വേഷിക്കുന്നുണ്ട്. അതുവരെയൊക്കെ നമ്മളൊരു സീനിൽ അല്ലെങ്കിൽ ഒരാൾ പിടിച്ചോണ്ടു, അല്ലെങ്കിൽ വേറെ കൊട്ടേഷൻ, അങ്ങനത്തെ വന്നു പോകും. അതിനകത്ത് സീൻ 3 സീനാണ് ത്രൂട്ട് ചെയ്യുന്നത് തങ്കം. പിന്നെ അന്വേഷിക്കും. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ എന്തോ മമ്മൂക്കയുടെ കൂടെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? അത് ത്രൂ ഔട്ട് ആണ് അല്ലേ? ത്രൂ ഔട്ട് അല്ല, അത് പിന്നെ അതൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. മമ്മൂക്കയായിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. ഓക്കെ, അതെ, മമ്മൂക്കയുടെ ഉള്ള കോമ്പിനേഷൻ ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ? എങ്ങനെയുണ്ടായിരുന്നു അത്? അധികം ചെറിയൊരു പഠിപ്പിക്കലുണ്ട്, ഒരിത്തിരി ഞെട്ടിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മളെ പ്രതീക്ഷിച്ചിട്ടില്ല പോണേ. നമ്മള് പ്രത്യേകിച്ചും ഇടപെട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ചോദിച്ചു മനസ്സിലാവില്ല. അപ്പൊ നമ്മള് ഹെൽപ്പ് നമ്മള് പോണേ. സെറ്റായി. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിനുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഡയറക്ടറാണ്. ഇപ്പോൾ ആളുടെ ഒരു പടങ്ങളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു പൃഥ്വിരാജ് ജിനു കോമ്പിനേഷൻ ഉണ്ട്. ഇവിടുന്ന് ഒരു പുതിയ സ്റ്റാർട്ടാണ് പൃഥ്വിരാജ്. ചേട്ടൻ ഞാൻ നമ്മൾ കുറെ കാലമായിട്ട് പരിചയമുള്ളതാണ്. പണ്ട് ആദം ജോനിലൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കണ്ട് സംസാരിച്ച് കുറെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം ഞങ്ങള് സ്ഥിരമായിട്ട് ടച്ചിലുള്ള, ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജിനിച്ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞത്. ഇതതിനകത്ത്
അങ്ങനെ പ്രത്യേകിച്ച് പുതിയൊരു കോമ്പിനേഷൻ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. സിനിമകള് എന്താ പറയാ, ഈ കഥ പറയുന്ന സമയത്ത് കടുവ ഇറങ്ങിയിട്ട് പോലും ഇല്ല. ഓക്കെ. അതിനു മുമ്പാ എന്റെ അടുത്ത് ഇതിന്റെ കഥ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കോമ്പിനേഷൻസ് ഒന്നും നമ്മളെല്ലാവരും സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് അവര് കഥകൾ ആലോചിക്കുന്നു. അത് സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ആളെ നോക്കുമായിരിക്കും, അല്ലെങ്കിൽ കഥ അതിനനുസരിച്ച് ട്വീക്ക് ആയിരിക്കും. സിനിമകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പൊ അത് ഇന്ന പെർട്ടിക്കുലർ ഒരു ഞങ്ങൾ അങ്ങനെ ഒരു ഗാങ് അപ്പ് ചെയ്യാനുള്ള പ്ലാൻ ഒന്നുമില്ല. ഞങ്ങൾ നമുക്ക് പറ്റിയ രണ്ടാൾക്കും പറ്റിയത് വന്നാൽ ഇനിയും ചെയ്യുമായിരിക്കും. ഓക്കെ, ഇനിയും അങ്ങനത്തെ സെറ്റ് ഓഫ് സാധനങ്ങൾ വരട്ടെ എന്താണെങ്കിലും. ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ നരേഷൻ. ഇപ്പൊ ഈ സിനിമയുടെ നരേഷൻ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പോലും പുള്ളി ഓരോ കഥയൊക്കെ, നാട്ടിലെ കഥയൊക്കെ അല്ലെങ്കിൽ പണ്ട് പുള്ളിയുടെ ലൈഫിലുണ്ടായ കഥയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഡീറ്റെയിലിൽ നരേറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കഥകൾ കേൾക്കാനൊക്കെ. ഈ കഥ ഫസ്റ്റ് എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്തപ്പോഴും ഈ സ്ക്രിപ്റ്റിൽ തന്നെയാണ് ഞാൻ വീണത്. ഉള്ള കലക്കൻ പരിപാടിയാണ്, ഇനിയിപ്പോ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് ചോദിച്ചിട്ട് ടീമും നല്ലതാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓക്കെ ഓക്കെ. ഒരു ക്യാരക്ടർ അപ്പോൾ തെരഞ്ഞെടുക്കുമ്പോഴേ ഇപ്പൊ അങ്ങനെ നമുക്ക് വരുന്ന ക്യാരക്ടർ എന്തൊക്കെയാ അപ്പോൾ ഫസ്റ്റ് ചിന്തയിലേക്ക് വരാറുള്ളത്? അതായത് ഇത് ചൂസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ക്യാരക്ടർ നോക്കിയിട്ടാണോ, കൂടുതൽ സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണോ, എങ്ങനെയാണ് എടുക്കാറ്? എല്ലാം അതില് മാനദണ്ഡങ്ങളായിട്ട് വരണം. അതായത് കഥ എങ്ങനെയുണ്ട്, അത് ക്യാരക്ടർ എങ്ങനെയുണ്ട്, ടീം എങ്ങനെയുണ്ട്, ഇതെല്ലാം കാരണങ്ങളായിട്ട് വരും. ഇതെല്ലാം ഒരുമിച്ച് നന്നായി വന്നു കഴിഞ്ഞാൽ കണ്ണുടച്ച് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ദിവസം സമയം എടുത്തിട്ട് അതിന് ഉത്തരം പറയുക, ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ കഥ ഓർമ്മയുണ്ടോ, അതിനകത്തുള്ള ക്യാരക്ടർ ടച്ചിങ് ആണോ എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. ഉള്ളിൽ ചെയ്യണം എന്നുള്ളത് വരുന്നുണ്ടോ? അങ്ങനെ കൊതി വരണം. പിന്നെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരണം. ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് പോലും അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുമ്പോൾ ചെയ്യുന്നു. ഇതിന്റെ ഡയറക്ടറെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഡയറക്ഷൻ ഡാർവിൻ കുര്യാക്കോസ്. സോ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളൊരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയില്? തുടക്കം തൊട്ട് ഭയങ്കര ഡാർവിൻ കുര്യാക്കോസും ഡോൾവിൻ കുര്യാക്കോസും ട്വിൻസ് ആണ്, ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? അത് എപ്പോഴും സെറ്റിൽ നടക്കുന്ന കാര്യം. എനിക്കൊക്കെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവരെ വീണ്ടും വീണ്ടും കണ്ട് എനിക്ക് രണ്ടുപേരും കണ്ട ഒറ്റോടത്തെ മനസ്സിലാവുന്ന അവസ്ഥയിലേക്ക് എത്തി. ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത് കണ്ടേ നമുക്കത് മനസ്സിലാവുള്ളൂ. ആദ്യമായിട്ട് കാണുമ്പോ എനിക്ക് രണ്ടും ഞാനിങ്ങനെ ഇതില് ഡാർവിനോടാണോ ടോൾവിനോടാണോ അറിയാണ്ടാണ് നമ്മളിങ്ങനെ നമ്മൾ മറ്റേ സീനിലെ കാര്യം എന്ന് പറഞ്ഞപ്പോ ഇയാൾ വിട്ടിരിക്കുന്നുണ്ട്, മറ്റേ ആൾ വിട്ടിരിക്കുന്നുണ്ട്, ഇതിലെ ആരാ ഡയറക്ടർ വിട്ടിരുന്നത്, മറ്റേ സീനിൽ നിന്ന് പറഞ്ഞു തുടങ്ങുമ്പോ ഇയാൾ റിയാക്ഷൻ വെച്ചിട്ട് ഇയാളല്ല. അപ്പൊ അത് മറ്റേ ഇങ്ങോട്ട് കയറിയിട്ട് അതുപോലെ തന്നെ നമ്മള് ഇവിടെ സംസാരിച്ചുകൊണ്ട് നമ്മള് ശമ്പളത്തിന്റെ കാര്യം പിന്നെ ഞാനങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇയാള് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്, അപ്പൊ ഇതാണ് പ്രൊഡ്യൂസർ, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പിടിക്കണം. അങ്ങനെ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും നമ്മൾ അങ്ങനെ പിടിക്കണം. ഒരു പടത്തിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ട്വിൻസ് ആയി കഴിഞ്ഞുള്ള അവസ്ഥ. അപ്പൊ ഇവര് രണ്ടാളും കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാള് ഉള്ളൂ, അത് ആരാ ഡയറക്ടറാണോ പ്രൊഡ്യൂസറാണോ ഒറ്റ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. അപ്പൊ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഈ സീനില് ഞാൻ ഇങ്ങനെ ചെയ്താലോ, കൊള്ളായിരിക്കും ബ്രോ, ടാർവിനോട് കൂടെ ചോദിച്ചേക്കാം, ഇങ്ങനെയൊക്കെ ഓക്കെയാണ്, പ്രൊഡ്യൂസർക്ക് ഓക്കെയാണ്. പക്ഷെ പിന്നെ പിന്നെ കണ്ടു വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്നു. പിന്നെ ഞാൻ അവരെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല് ടു ഗുഡ് ടു ബി ട്രൂ, ഭയങ്കര നല്ലവന്മാര്. അപ്പൊ ഞാനിങ്ങനെ പിടിക്കാൻ വരും, 3-4 മാസം സമയമുണ്ടല്ലോ പിടിക്കാവന്മാരെ. കള്ളത്തനോടെ നമുക്ക് പിടിക്കാമല്ലോ, പക്ഷെ പിടിക്കാൻ പറ്റിയില്ല. ഒന്നുകിൽ അവർ ശരിക്കും ഭയങ്കര നല്ലവരാണ്, അല്ലെങ്കിൽ അതിഭീകരന്മാരാണ്. രണ്ടാണെങ്കിലും സന്തോഷം. അവരെന്നെ അത്ര അതിഭീകരന്മാരാണെങ്കിൽ അവരാൽ പറ്റിക്കപ്പെടുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതല്ല നല്ല ആൾക്കാരാണെങ്കിൽ അവരെന്നെ പറ്റിച്ചില്ലല്ലോ എന്നാലോചിച്ച് ഞാൻ സന്തോഷിക്കുന്നു. നല്ല ആൾക്കാരാണ്. അത് ശരി, വർക്ക് ചെയ്യാൻ നല്ല സുഖമാണല്ലേ? അടിപൊളി. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. അതിപ്പോ ഈ സിനിമ കുറച്ച് സീരിയസ് സിനിമയും ഇതിലെ സിറ്റുവേഷൻസ് ഒക്കെ സീരിയസ് ആണെങ്കിലും ലൊക്കേഷനിൽ ഞങ്ങളും ഭയങ്കര ഫണ്ണായിരുന്നു. അങ്ങനെ ഭയങ്കര ഹെക്ടിക് അല്ലായിരുന്നു ഷൂട്ട്, റിലാക്സ്ഡ് ആയിരുന്നു ഷൂട്ട്. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം കുറച്ച് സമയം ഇരിക്കാൻ കിട്ടുമായിരുന്നു. ഓക്കെ, നൈസ്. അതുപോലെ പോലീസുകാരെ പറ്റിയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഒരു റിയൽ ലൈഫ് പോലീസിന്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് കുറച്ചെങ്കിലൊക്കെ ചിന്തിക്കാൻ റിലേറ്റ് ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് നമ്മളുടെ ഈ പോലീസ് ടീമില് ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലാണ് പ്രധാനമായിട്ടും, നമ്മുടെ ഫസ്റ്റ് ഹാഫിലാണ് പ്രധാനമായിട്ടും നമ്മള് സെക്കൻഡ് സ്കെഡ്യൂൾ ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ത്രൂ ഔട്ട് ഷാജി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷാജിയേട്ടൻ, പുള്ളി കുപ്രസഭയിലും ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളിയാണ് നമ്മളുടെ പൂഞ്ചേരിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ഷാജിയേട്ടൻ ആക്ച്വൽ പോലീസാണ്. അപ്പോ ഇവര് കൂടെ ഉള്ള സമയത്ത് നമുക്ക് ഇവരോട് ചോദിക്കാം,
എക്സിക്യൂട്ടിന്റെ സമയത്ത് കൈ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ മടക്കാൻ പാടില്ല ഇങ്ങനെ ഓരോ അങ്ങനത്തെ കാര്യങ്ങളില്ലേ, കാലടിക്കുന്നതിന്റെ ടൈമിങ് എപ്പോഴാണ് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് റെഫറൻസിന് അവിടെ ആളുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഡ്രസ് ചെയ്യണം, എങ്ങനെ ആയിരിക്കും ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പുള്ളി നമ്മളായിട്ട് നല്ല അടുപ്പം. എനിക്കും കുറെ കാലമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ പോലീസുകാരുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. കുറെയൊക്കെ ഏറെക്കുറെ അവരുടെ ലൈഫ് എന്താണ് അവര് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലേ. നമ്മളൊരു ക്യാരക്ടറിലേക്ക് ഇറങ്ങുമ്പോൾ ആ ക്യാരക്ടറിന്റെ റിയൽ ലൈഫ് എങ്ങനെയാന്നുള്ളതൊന്ന് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, ചേട്ടൻ എങ്ങനെയായിരുന്നു അത്? എനിക്ക് പിന്നെ കുറച്ച് പോലീസുകാരൊക്കെ അറിയാം. അതല്ല, സുഹൃത്തുക്കളായിട്ടൊക്കെ കുറച്ച് കഥകൾ മുന്നേ പറഞ്ഞിരുന്നു. അവരെ കൂടെ വളരെ അടുത്തറിയാം. ക്യാമ്പിൽ പോകാറുണ്ട്, സ്റ്റേഷനിൽ ഇത് ശരിക്കും കൂട്ടുകാരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട്സിന്റെ കാര്യമാണ്, മറ്റല്ല. ആകത്തില്ല. അതുപോലെ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരു ക്രൈം, അതിപ്പോൾ ഒരു കൊലയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ കൊലയാണെങ്കിൽ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ആളാണ് അവിടെ ആ ഒരു കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു ട്രോമ ഉണ്ടായിരിക്കും അല്ലേ. അവരും മനുഷ്യന്മാരൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കാൻ ഇതിനകത്തുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ചിലത് ഉണ്ട്. അതായത് ഒരു പരിചയമില്ലാത്ത ആളായിരിക്കും കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവരെ പറ്റി കൂടുതൽ അറിയുകയും ഇവരുടെ ഫാമിലീസും ഒക്കെ ആയിട്ട് ഇയാൾ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മള് കണ്ടിട്ട് പോലില്ലാത്ത ഒരാളോട് ഒരു അടുപ്പം ഉണ്ടാവുകയാണല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും. നമുക്ക് തന്നെ ഇപ്പൊ നമ്മൾ പോലീസ് ആണെങ്കിലും പോലീസ് അല്ലെങ്കിലും ഒക്കെ നമുക്ക് പേപ്പറിലാണെങ്കിൽ പോലും ഒരു വാർത്തയൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കണ്ടൊക്കെ അറിയില്ലേ, ചില അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വിഷമമൊക്കെ വരൂലേ. അപ്പോ അത് നമ്മൾ വെറുതെ പേപ്പർ വായിച്ചിട്ട് അത് മടക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോയാൽ മതി. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ അത് വായിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ട് വരുമ്പോൾ അതിനകത്തൊരു ഇമോഷണൽ കണക്ട് ഒക്കെ ആ കേസുമായിട്ടൊക്കെ വരുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് ബയാസ്ഡ് അല്ലാതെ ആ കേസ് അന്വേഷിക്കേണ്ടിയും വരും. അതൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ കറക്റ്റാ, അതൊക്കെ തന്നെയാണ് ഈ സിനിമയിലും. ഓക്കെ ഓക്കെ. അതുപോലെ ഇതിലിപ്പോ ചേട്ടൻ സിനിമകളിൽ സ്ലാങ് മാറ്റി, ഇതില് തൃശ്ശൂർ സ്ലാങ് തന്നെയാണോ സംസാരിക്കണേ? നാച്ചുറലി എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ്. സ്റ്റേഷനിലെ തൃശ്ശൂരിൽ നിന്നുള്ള പോലീസുകാരുണ്ടാവാം, കണ്ണൂരിൽ പിടിക്കാൻ നല്ലത്, മറ്റേതാകുമ്പോ പിടിച്ചു നോക്കാം. അല്ല അതങ്ങനെ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിടിച്ചു നോക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. മിന്നൽ മുരളി പോലുള്ളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ ഒരു സ്റ്റാറായി മാറിയിട്ടുണ്ടായിരിക്കും, ഉറപ്പാണ്. കാരണം നമുക്ക് എവിടെയും അതിൻ്റെ ഒരു അംശം, വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോണ സമയത്തൊക്കെ ഈ കുട്ടികളിൽ നിന്നുള്ള അനുഭവങ്ങൾ, കുട്ടികൾ പറയുന്ന മെമ്മറിയിൽ അങ്ങനെ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് വേണം എനിക്കൊരു മിന്നൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികള് ഇവരൊക്കെ വളർന്ന് വലുതായിട്ട് വേണം എനിക്ക്, അതായിരിക്കും എന്റെ പ്രധാന കുട്ടികൾ. തീർച്ചയായിട്ടും കുട്ടികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീരെ കളങ്കമില്ല. മെമ്മറീസ് ഉണ്ട്. അതായത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പാരന്റ്സ് വരും, അപ്പൊ പെട്ടെന്ന് കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് അഭിനയിക്കാൻ അറിയില്ലല്ലോ. അവര് വളരെ ജെന്യൂൻ ആയിട്ട് അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആളെ പെട്ടെന്ന് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു ചമ്മലായിരിക്കും വരുന്നത്. അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ മിന്നൽ മുരളി 100 പ്രാവശ്യം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ ഇരുത്തി കഴിയുമ്പോൾ ഇവര് നമ്മളോട് മിണ്ടില്ല, നമ്മള് ചമ്മി പോകും. പക്ഷെ നമുക്ക് മനസ്സിലാവും, എനിക്കുണ്ടല്ലോ ചെറിയ പിള്ളേര്. അപ്പൊ അവരും ഇതന്നെ അവിടെ എത്തുന്നവരെയും മിന്നൽ മുരളി, ഞാൻ മിന്നൽ മുരളിനെ ഇടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കട്ടെ അവര് വരുന്നത്. ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോ ഒന്നും സംസാരിക്കാൻ വിഷയമില്ല. പിന്നെ ചില കുട്ടികൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ല, അതായത് നേരിട്ട് കാണുമ്പോ ഇതൊന്നും അല്ല മിന്നൽ മുരളി എന്നാ പറയുന്നത്. ഞങ്ങളുടെ മിന്നൽ മുരളി ഇങ്ങനെയല്ലാന്നല്ലേ. ഞാനത് ചോദിക്കാൻ കാരണം കുട്ടികള് ഇടയ്ക്ക് ഫോൺ വിളിക്കും FM-ലേക്കൊക്കെ, നമുക്ക് അവർക്ക് പാട്ട് വേണം എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും പക്ഷെ ഈ വോയിസ് മെസ്സേജ് ആയിട്ടും വീഡിയോ മെസ്സേജ് ഒക്കെ ആയിട്ടും നമുക്ക് ഇങ്ങനെ കുട്ടികളുടെ വരും. അതിൽ ഈ പറഞ്ഞ നേരിട്ട് കാണുമ്പോഴത്തെ പ്രശ്നമില്ലാത്തതുകൊണ്ടും ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ നമുക്ക് കാണാം കുട്ടികൾ ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറയണത്. അത് മിന്നൽ മുരളി മാത്രമല്ല, കുറച്ച് സിനിമകളുണ്ട് തല്ലുമാല വളരെ കുട്ടികളെ ഓള മെലഡി എന്നുള്ള പാട്ടൊക്കെ വേണമെന്നായിട്ട് ഇഷ്ടം പോലെ കോളുകൾ വരും, അതും കുട്ടികൾ വിളിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കുട്ടികളുടെ സ്റ്റാർ ആണ് മെയിൻ ആയിട്ട്. ആ ഒരു റേഞ്ച് കൂടി പിടിച്ചു. ചിലപ്പോ ഞാൻ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കുട്ടി ഉള്ളതുകൊണ്ടായിരിക്കും. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കുട്ടി എന്നല്ല, എന്റെ ഉള്ളിൽ ഞാൻ ഒരു പമ്പില് കയറാനിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പമ്പില് ജനം ഫുള്ള് വന്നത് ഒരു പമ്പില് പാർക്ക് എന്റെ ഉള്ളിലൊരു കുട്ടി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഞങ്ങള് പുറത്ത് ഇങ്ങനെ
ടോവി വരുന്ന സമയത്ത് ഒന്ന് രണ്ട് പേര് കമന്റ് ടോവിന് ഒന്നുകൂടി കുട്ടിയായോ ഉണ്ടായിരുന്നു. ഭയങ്കര യങ് ആൻഡ് വൈബ്രന്റ് ആയി കുറച്ചും കൂടി എന്നുള്ളത് ഞാനൊരു ഫിസിക്കലി ഞാനിപ്പോ വരെ എനർജറ്റിക് ആണ്. ഫിസിക്കലി ഞാൻ ഇപ്പൊ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറിയ ഡിസിപ്ലിൻ പരിപാടിയൊക്കെ ഉള്ളതിൻ്റെതായിട്ടുള്ളൊരു എനർജി ഒക്കെ ഉണ്ടാവുമായിരിക്കും. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. അത് ടോവിനെ സംബന്ധിച്ചിടത്തോളം ശരിയോ തെറ്റോ എന്നുള്ളത് പറയണം. ടോവിന് ഒരു മോർണിംഗ് പേഴ്സൺ ആണ് അല്ല, പക്ഷെ നിവൃത്തിയുടെ കാരണം കൊണ്ട് നമുക്ക് ഇപ്പൊ രാവിലെ നേരത്തെ എണീക്കേണ്ട കാര്യം. അല്ലെങ്കിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു മുടക്ക് ദിവസം ആണെങ്കിൽ 10 മണി വരെയെങ്കിലും മിനിമം കിടന്നുറങ്ങുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അത് ശരി. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ രാത്രി ഇരുന്ന് പഠിച്ച് രാവിലെ ഒരുപാട് ലേറ്റ് ആയി നീക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ്. പക്ഷെ രാവിലെ നേരത്തെ എന്നിട്ട് സ്കൂളിൽ പോകണമല്ലോ, അതുകൊണ്ട് നേരത്തെ എണീക്കേണ്ടി വരും. പക്ഷെ എനിക്ക് രാത്രിയാണ് പഠിക്കാൻ. ഞാൻ അതിരാവിലെ നേരത്തെ എന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇതുവരെ കിടന്നുറങ്ങിയിട്ടില്ല. പിന്നെ ലോക്ക്ഡൌണിന്റെ ഒക്കെ സമയമാണെങ്കിലും ഞാൻ രാവിലെ 7 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. കാര്യം ഉച്ചയ്ക്ക് 2 മണിക്ക് എഴുന്നേറ്റാൽ മതി. അങ്ങനെയാണ്. അല്ലാണ്ട് ഞാൻ കൂടുതൽ ഒരു നൈറ്റ് പേഴ്സൺ ആണ്, മോർണിംഗ് പേഴ്സൺ അല്ല. ശരി. അതുപോലെ 365 ദിവസം എടുത്താൽ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ് ടോവിനോ എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? എല്ലാ ദിവസവും ഒന്നുമില്ല. ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക് മുടക്ക് കിട്ടുന്നതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോ നമുക്ക് ഒറ്റയ്ക്കൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിയാണ്, ചെയ്യേണ്ടെന്ന് തോന്നും. കൂടെ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് കാണിച്ചാലും അതിനകത്തൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കൂടെ 1-2 പേരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോ വർഷത്തിൽ 365 ദിവസം ഉണ്ടാവും. പക്ഷെ 10-300 ദിവസമൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ 2 മാസം വർക്ക്ഔട്ട് ചെയ്യുന്നു, 3 മാസം വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ റെഗുലർ ആയിട്ട് അതും മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഹെൽത്ത് അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ആരോഗ്യത്തിനെ പറ്റിയിട്ടും അതിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു സിനിമയ്ക്കും ഗുണം ചെയ്യും. നമ്മുടെ പോസ്റ്റർ ആണെങ്കിലും നമ്മുടെ നിപ്പും നടത്തവും. ഇപ്പൊ ആദ്യം വീഴാൻ പഠിച്ചിട്ട് വേണം ചാടാൻ പഠിക്കാൻ. ചാടാൻ മാത്രം പഠിച്ചാൽ പോരാ. അപ്പൊ അങ്ങനെ ദിവസം ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ജിമ്മിൽ പോയിട്ടുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ നടക്കാനൊക്കെ പോകും. എന്തെങ്കിലും രീതിയിൽ ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത്. അത് ശരി. അതുപോലെ ടോവിനോ ഒരു ഫുഡി അല്ല എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? തെറ്റ്. അതായത് അതല്ലേ ഇതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണം കാണുമ്പോൾ കൺട്രോൾ ഇല്ല. ഇടയ്ക്കൊക്കെ ഞാൻ തോന്നുന്നു എനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ആണെന്ന് തോന്നും. കാര്യം നമുക്കൊരു സാധനം കഴിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ നിർത്താനൊന്നും പറ്റാറില്ല. പക്ഷെ ഇപ്പൊ ബലം പിടിച്ചിങ്ങനെ നിർത്തിയേക്കാം. ഞാൻ ഇടയ്ക്ക് പോയി നോക്കും കഴിക്കുമ്പോ ഇത്ര പോകുന്നൊരു ബോളില് ഇതന്നെ നമ്മൾ ഒരു ദിവസം കഴിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് പോർക്കിന്റെ 2 ഡിഷ്, ബീഫിന്റെ 1 ഡിഷ്, ചിക്കന്റെ 3 ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഴിക്കും. നീരാളി ഫ്രൈ. ഇൻഫർമേഷൻ കൊടുക്കും ഞാൻ. ഭക്ഷണം പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടുമുട്ടുന്ന നമ്മളായിട്ട് സൗഹൃദമുള്ള ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെ ആയത് കാരണം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഞാൻ ഇടയ്ക്ക് മറ്റേ ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടുകളെ അവിടെ ഇരുന്നാ കഴിക്കും. ശരി. ഓക്കെ. അതുപോലെ എല്ലാ സിനിമകളും, അതായത് ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിലും എല്ലാ ലാംഗ്വേജിലത്തെയും സിനിമകൾ മാക്സിമം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ശരിയോ തെറ്റോ? തീർച്ചയായിട്ടും. സമയം കിട്ടാറുണ്ടോ അതിനൊക്കെ? പിന്നെ ഇഷ്ടംപോലെ സമയമല്ലേ. ഉണ്ടല്ലേ. സമയം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ലഞ്ച് ബ്രേക്കിന് ഞാൻ വേണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു സിനിമയുടെ ഒരു 30-40 കാണാം. നമുക്ക് OTT ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഇപ്പൊ നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ വേണം. 1 മണിക്കൂർ വെറുതെ മേപ്പെട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും സിനിമയൊക്കെ കാണും. ഞാൻ ദിവസം ഒരു ചുരുങ്ങിയത് ഒരു സിനിമയെങ്കിലും കാണുന്ന ആളാണ്. ചിലപ്പോ അതിൽ കൂടുതലും ആവാം. കാര്യം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂറല്ലേ. 4 മണിക്കൂറിൽ അത് മാറ്റി വയ്ക്കാൻ പറ്റാറുണ്ട്. അതുപോലെ ഒരു വായനാശീലമുള്ള ആളാണ് ടോവിനോ എന്ന് പറഞ്ഞാൽ? വായനാശീലം ഉണ്ട്. പക്ഷെ ലൊക്കേഷനിൽ എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ സൈഡിൽ മാറി നിന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മാത്രല്ല, അപ്പോ ആ വായിക്കുന്ന പോലെ തന്നെ നമുക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവും ഭയങ്കര എന്റർടൈനിങ്ങുമായിട്ടുള്ള കാര്യമാണ്. കൂടെ ഉള്ള ആൾക്കാരുടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ ഇൻഫർമേഷൻസും കിട്ടുന്നത് ഭയങ്കര എന്റർടൈൻമെന്റുമാണ്. ഇത് തന്നെയാണ് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് സംസാരിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പുസ്തകം വായിച്ചില്ലെന്ന് വരാം. ലോക്ക്ഡൌണിൽ നന്നായിട്ട് വായിച്ചിരുന്നു. ഞാനൊരു കല്യാണം കഴിയുന്നതിന് മുമ്പൊക്കെ നന്നായിട്ട് വായിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിപ്പോ വല്ലപ്പോഴും ഷൂട്ടിന്റെ ഇടയ്ക്ക് വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലിരുന്ന് പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അവർക്ക് അവരുടെ സമയത്ത് വരുത്തിട്ട് വേണം നമുക്ക് പുസ്തകത്തിന് കൊടുക്കാനായിട്ട്. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ പിള്ളേരുണ്ടായി കഴിയുമ്പോൾ പിന്നെ അവിടെ ചെന്നാൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനിടയ്ക്ക് വായനകൾ നടക്കാറില്ല. യാത്രകളിൽ വായന നടക്കും നന്നായിട്ട്. ഷൂട്ടിലുള്ള സമയത്ത് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ, നല്ല മാനസികാവസ്ഥയാണെങ്കിൽ എനിക്ക് പിന്നെ ഈ
വായിക്കാൻ വേണ്ടി ഞാൻ വായിക്കാറില്ല. ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ഞാൻ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. പിന്നെ എനിക്ക് ഒരു പുസ്തകം തുടങ്ങിയാൽ അത് തീരുന്നത് വരെയും വേറൊരു പുസ്തകത്തിലേക്ക്. അപ്പൊ അങ്ങനെ ഞാനൊരു 6-7 മാസമൊക്കെ ഒരു പുസ്തകം അത് തീർന്നില്ല വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഷൂട്ടും ഇത്തിരി ഹെക്ടിക് ഷൂട്ടൊക്കെ ആയതുകൊണ്ട് എനിക്ക് വായന നടന്നില്ല. പക്ഷെ ആ 6-7 മാസം ഞാൻ വേറൊരു പുസ്തകം വായിക്കില്ല അതിനിടയ്ക്ക്. ഇത് തീർത്തിട്ട് എനിക്ക് തരണം. അത് ശരിയാ. എന്തായാലും നേരത്തെ നമ്മൾ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് ആ ചോദ്യം ഇടാണ് കേട്ടോ. സിനിമയിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി ഫിറ്റ് ആവണം എന്നുള്ള ചോദ്യം എല്ലാ ദിവസവും ആണല്ലോ. അങ്ങനെയല്ല, ഞാനിത് ഇത് കാണാൻ പോയിരിക്കും ഞാൻ. ശരി. ഒരു മരത്തുമ്പ് കയറും, മരത്തുമ്പ് ഇങ്ങനെ നിൽക്കും, അസ്കർവായു ഉണ്ട്. അപ്പൊ ഇത് കാണാൻ പോയിരിക്കും ഞാൻ. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ രാവിലെ 8 മണിക്കൂർ നടക്കും. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാറില്ല. ആൾക്കാരുടെ നിങ്ങൾ ഉപദേശം കിട്ടാറുണ്ടോ? സിനിമയിലൊക്കെ വന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി തടിയൊക്കെ കുറയ്ക്കണം എന്നൊക്കെ കേൾക്കാറുണ്ടോ? എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല. സിനിമയിൽ വന്നാൽ എല്ലാവരും തടിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ചെറുതായിട്ട് നോക്കണേ. ഫൈറ്റ് ഒക്കെ വരുമ്പോഴേ നടത്തെങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ശരിക്കും ശരീരത്തിന്റെ ഷേപ്പിനേക്കാളും ആരോഗ്യം ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കൈ കുത്തി വീഴുമ്പോ ചിലപ്പോ ഇപ്പൊ നമ്മുടെ നടന്മാരെന്നെ ഇപ്പൊ 2-3 പേർക്ക് ഇപ്പൊ 2 മാസമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പരിക്കൊക്കെ പറ്റുന്നല്ലേ. അത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കെയർഫുൾ ആയി തുടങ്ങിയത്. പരിക്കുകൾ പറയാനായിട്ട് ട്രെയിൻ ചെയ്ത പരിക്കുകൾ പറയും. അതിനാണ് നടത്തം. ഓക്കെ, വെരി ഗുഡ്. ഇതിലെ കുറച്ച് ഗ്ലിംസ്, ഷൂട്ടിംഗ് സെറ്റിലെ ഗ്ലിംസിൽ വടിയുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ കവണ ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കോട. ഇതൊക്കെയാണോ പോലീസിന്റെ ആയുധം? താങ്കളുടെ ആയുധം? പോലീസിന്റെ ആയുധമൊന്നുമില്ല. അതെന്താ നമ്മളുടെ മേക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സാബിത്ത് എന്ന് പറഞ്ഞവൻ, അവൻ ഭയങ്കര സൈലന്റാ. പക്ഷെ അവന്റെ ഫ്രെയിംസും പരിപാടിയൊക്കെ ഭയങ്കര രസമായിരിക്കും. അപ്പൊ അവൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഇത് ഓൾറെഡി പതിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ മറ്റേ ബബിൾ ഗത്തിന്റെ മറ്റേത് അത് വെറുതെ, അത് സിനിമയിൽ ഇല്ലാത്ത സാധനമാണ്. അത് വെറുതെ പഠിച്ചു വെക്കാം. എന്തെങ്കിലും ഏതെങ്കിലും സിനിമയിൽ തമാശക്കെങ്കിലും കാണിക്കേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ ഇപ്പൊ കൊട ഇറക്കുന്നത്, അതിപ്പോ ഈ കളരിയൊക്കെ പഠിക്കുമ്പോ നമുക്ക് ആ വടി കറക്കലൊക്കെ ഉണ്ട്. അപ്പൊ ആ സാധനം ഈ കൊട വെച്ചും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വെറുതെ നിൽക്കുമ്പോ നമ്മളൊരു ഡിസ്ട്രാക്ഷൻ പോലെയോ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആവുന്ന സമയത്ത് നമ്മളിത് വെറുതെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ സിനിമ സെറ്റ് ആയത് കാരണം കൊണ്ട് ത്രൂഔട്ട് മേക്കിംഗ് വീഡിയോക്ക് ഒരാളുള്ള കാരണം കൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയ പിടിച്ചു വെക്കും. അല്ലാണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. അതും പല ദിവസങ്ങളും വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ ഡോൾവിൻ നമ്മുടെ പ്രൊഡ്യൂസർ, പുള്ളി ലൊക്കേഷനിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എനിക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാനോ ഒന്ന് നടക്കാൻ പോകാൻ കമ്പനിക്ക് ആണെങ്കിൽ പ്രൊഡ്യൂസറെ വിളിക്കാം. പുള്ളി ഓണാണ്. പുള്ളി എന്ത് പരിപാടിയാണെങ്കിലും എന്ത് പ്ലാൻ ഇട്ടാലും ഓണാണ്. ഞാൻ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ വെച്ചിട്ട് ഇപ്പൊ ഇതൊക്കെ ഇതിൽ സിനിമയിൽ ഉണ്ടോ, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ കൊടനിയൊരു അത് റിയൽ ലൈഫാണ്. റീൽ അല്ല അല്ലേ? പ്രൊഡക്ഷൻ കണ്ടോടെ അത്യാവശ്യം നോക്കുമ്പോ ബോളിങ്ങിലാണ്. ശരി. നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ അത്രയും രസിച്ച് ചെയ്തൊരു സിനിമയാണെന്ന്. അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ ഈ ആനന്ദ് എന്നുള്ള SI അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഏതറ്റം വരെ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ? അത് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ജോലിനെ സമീപിക്കുന്ന ഒരാളാണ്. പിന്നെ റൈറ്റിയസ്നെസ് ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് ഞാൻ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയത്. അപ്പൊ അയാൾ ഫോഴ്സിൽ വന്ന് ഒരുപാട് സമയം, ഒരു മാസങ്ങൾക്കകം വരുന്നൊരു മേജർ കേസിൽ നിന്നാണ് ഈ കഥയുടെ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇയാള് മറ്റേ റിയാലിറ്റികൾ മനസ്സിലാക്കുന്നതും ആദ്യത്തെ ആവേശത്തിനേക്കാളും കുറച്ചും കൂടെ വികാരാവേശങ്ങളെക്കാൾ വിവേകത്തിന് സ്ഥാനം കൊടുക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കഥയില്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാന്നുള്ള തന്നെയാണ് ലക്ഷ്യം ആനന്ദിന്റെ, ആ ടീമിന്റെ. അതുപോലെ തന്നെ ഈ ആനന്ദിനെ പോലെ തന്നെ നമുക്ക് കിട്ടിയ ക്യാരക്ടർ ഏറ്റവും ഭംഗിയാക്കാനായിട്ട് ഏതറ്റം വരെ പോകുന്ന, അല്ലെങ്കിൽ ഏതറ്റം വരെ പോകും ടോവിനോ എന്നുള്ള ഒരു ആക്ടർ? എല്ലാവർക്കും അതല്ലേ. ഞാൻ എൻ്റെ കാര്യം പോലെ തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ ഞാൻ കാണുന്നത്. അതാണ് ക്യാരക്ടർ നന്നാവാനായിട്ട് എല്ലാവരും ഏതറ്റം വരെയും പോകുന്നില്ലേ. പ്രത്യേകിച്ച് മലയാളത്തിലുള്ള ആക്ടേഴ്സിന് അങ്ങനെ ഒരു പേര് പുറത്തൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് മലയാളികൾ പിന്നെ ഈസിയായിട്ട് ഞങ്ങളാ എന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സ് ഓൾറെഡി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞു പറയാതെയും നമ്മൾ ആ ഫുഡ് സ്റ്റെപ്സിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മളുടെയും ഒരു പ്രോസസ്സ് അങ്ങനെ തന്നെയാണ് ഏതറ്റം വരെയും പോവുക. കാര്യം നമ്മളൊരു
താരതമ്യേന ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പം മറ്റു വലിയ വലിയ ഇൻഡസ്ട്രി എന്നുള്ള സിനിമകൾ മലയാളികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ മലയാളികൾ എല്ലാ ഭാഷയിലെ സിനിമകളും സ്വന്തം ഭാഷ പോലെ കാണും. മറ്റു ഭാഷക്കാരെ അങ്ങനെ മലയാളം സിനിമ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ 500 കോടിയുടെയും 1000 കോടിയുടെയും പടത്തിന്റെ കൂടെയാണ് നമ്മളുടെ 5 കോടി 10 കോടിയുള്ള പടമൊക്കെ ആയിട്ട് ചെല്ലുന്നത്. ടിക്കറ്റ് എടുക്കുന്നവർക്ക് 150 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം ഇത് ഏതാ വേണ്ടതെന്ന്. അപ്പൊ നമുക്ക് ഈ ബഡ്ജറ്റിലല്ല നമ്മളുടെ സ്ട്രോങ് പോയിന്റ്, ഇൻസ്റ്റഡ് നമ്മുടെ സ്ട്രോങ് പോയിന്റും നമ്മളുടെ കണ്ടന്റുകളും അത് പറയുന്ന രീതികളും ഒക്കെയാണ്. പിന്നെ അങ്ങനത്തെ ഭയങ്കര സാഹചര്യം നമുക്ക് ഇവിടെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അത്രയും നമുക്ക് സമയം എടുത്ത് ഷൂട്ട് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല മറ്റു സിനിമകളുടെ പോലെ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുണ്ടുമുറുക്കിയൊക്കെ എടുത്ത് നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് കുറച്ചും കൂടെ എഫേർട്ട് നമ്മുടെ ഭാഗത്ത് ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ സിനിമകളുടെ അറ്റ്പാർ നിൽക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാവുന്നത്. വലിയ വലിയ സിനിമകൾ വന്ന സമയത്ത് പോലും ഇവിടെ മലയാളത്തിൽ നിന്ന് സിനിമകൾ അതിനെയൊക്കെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ സക്സസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ വലിയ സിനിമകൾ അന്യഭാഷയിൽ നിന്ന് വന്നിട്ട് ആ പ്രേക്ഷകന് ആ 150 രൂപ മുടക്കുമ്പോൾ അത് ആ വലിയ വലിയ സിനിമകൾക്ക് വേണോ, ആ വലിയ സിനിമകളെക്കാൾ ഇതിന് പ്രിഫറൻസ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട് പ്രേക്ഷകരെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ സിനിമയിൽ വന്നിട്ട് ചില ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സിനോട് ഇടപഴകിയിട്ടുണ്ടായിരിക്കും. ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ റോൾ മോഡൽ എന്നൊക്കെ തോന്നിയിട്ടുള്ള ആക്ടേഴ്സ് ആരൊക്കെയാണ്? ഒരാളെ ഒരാളല്ല, അത് ഞാൻ പറയുന്നത് കണ്ടുമുട്ടുന്ന എല്ലാവരും അവരവരുടെ. ഞാനിവിടെ വന്ന സമയം മുതൽ ഞാൻ കാണുന്ന എൻ്റെ സീനിയേഴ്സായിട്ടും ഞാൻ വന്നതിന് ശേഷം വന്നവരും എൻ്റെ ഒപ്പം വന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാം തികഞ്ഞവരല്ല, എന്നാൽ ഒരു കഴിവില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, നിങ്ങളെന്ന് പറയാൻ പാടില്ല എന്ന് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അപ്പൊ അതുപോലെയൊക്കെ ഉണ്ടാവാം. ഇപ്പൊ വിനീതേട്ടന്റെ കൂടെ കുറച്ചു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 2 വാക്കുകൾ വായിന്ന് പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഉറപ്പല്ലേ, അത് ശരിയാവും, പിന്നെ 100%. ഈ 2 ഇതൊരു ഞങ്ങളുടെ വൊക്കാബുലറിയിൽ 2 വേർഡ്സ് ആയിട്ട് മാറി. 100% ഉറപ്പല്ലേ, 100%. അത് പുള്ളി പറയണ രീതിയുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു വൊക്കാബുലറിയിൽ 2 വേർഡിന്റെ കാര്യമാണ് പറയണേ. ഇത് അല്ലാതെയും ഓരോ ആക്ടേഴ്സിന്റെ ഒന്നും അവരുടെ എന്തെങ്കിലും സ്ട്രോങ് പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണല്ലോ അവരൊക്കെ ഈ നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇൻസ്പയർഡ് ആവാം. ഒരാളെ മാത്രം റോൾ മോഡലായിട്ട് വെക്കാണ്ട് ഹോൾ വേൾഡ് അവിടെ നിന്ന് നിൽക്കുകയാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇൻസ്പിറേഷൻസ് എടുക്കാൻ വേണ്ടി ഉറപ്പായിട്ടും അല്ലേ. ഞാൻ എന്റെ മക്കളുടെ വരെ പഠിക്കുന്നത്. മക്കളുടെ വരെയെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് കാണാനല്ല, പക്ഷെ പ്രായം കൊണ്ട് അവർ നമ്മളെ ചെറുതല്ലേ, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറെ ഉണ്ടെന്ന് പറയാം. ഇപ്പൊ വിനീതേട്ടൻ ഇപ്പോ ടോവിനോന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഡെഡിക്കേഷനും ഈ പറഞ്ഞുള്ള വർക്കൗട്ടും. അപ്പൊ നമ്മള് അടുത്തുനിന്ന് കാണണല്ലേ, അപ്പൊ നമ്മളത് എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മൾ നോക്കണ്. ഈ ഒരു ഡെഡിക്കേഷൻ ടീമിനെ ഭയങ്കര ഇഷ്ടം. ടീമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് വന്നു എല്ലാവരും പുഴയിലേക്ക് കിടന്ന് എല്ലാവരും ചാടി. ഡിക്ക് തുറന്നാൽ നമുക്കറിയാം ബാറ്റും ബോൾ എടുക്കാനാണ്. പിന്നെ സ്കൂൾ വിട്ടാണ് ഓടണേ, കാരണം ഇവിടെ ഷൂട്ട് നമുക്ക് വരണ്ടേ. ഇന്ന കളി തന്നെ നമുക്ക് സമയം കിട്ടുന്നുണ്ട്. എടുത്താൽ അവർക്കറിയാം സെറ്റാ. അതായത് നമ്മള് ഒരു 24 മണിക്കൂറിൽ 16 മണിക്കൂർ 17 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ബാക്കി 8 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചില്ലിങ് അറിയും. ജീവിതത്തിൽ എൻജോയ്മെന്റ് വേണ്ടേ, അതാരും ചെയ്യും. അതിനുവേണ്ടി ആളെ വെക്കാൻ പറ്റുമോ? നമ്മള് ചെയ്യണമല്ലോ. ഇൻ ബിറ്റ്വീൻ ചില്ലിങ്ങിന് സമയം ക്രിക്കറ്റ് കളിക്കും. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മുടെ സുജിത് നമ്പ്യാർ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് വായിക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. അതായത് അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ ടീമിന്റെ കൂടെയുള്ള വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവറോട് ചോദിച്ചു, 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു അത്ര, അതായത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ബാക്കിൽ അഭിനയിക്കാനായിട്ട് തന്നെ ബാക്കിൽ വന്നിട്ടുള്ള ആളുകളിൽ പയ്യന്മാരിൽ അവരെ തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആ വണ്ടിയിൽ ബാക്കിലിരുന്നൊരു പയ്യൻ, ഈ പയ്യൻ അവസാനം എല്ലാവരും ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു അത്ര, 12 മണി കഴിഞ്ഞു, എൻ്റെ നാട്ടിലേക്ക് ഇനി ബസ്സില്ല, അപ്പോൾ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കി തരുമോ? ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ല, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിത്തരാം. പക്ഷേ നമുക്കൊരു പ്രൊഡക്ഷൻ ടീം ആകുമ്പോൾ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്, ഇത്ര വരെ ഇതിനടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ വിഷമത്തോടു കൂടിയിട്ട് ആ ഡ്രൈവർക്ക് ആ പയ്യനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കഥ നമ്മുടെ സുജിത് നമ്പ്യാരുടെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഒരു ലൊക്കേഷൻ്റെ അവരുടെ തന്നെ സിനിമയുടെ ലൊക്കേഷൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു ക്യാരവാനിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നു. ഇതാ നിൽക്കുന്ന ആ പയ്യനാണ്, നിങ്ങളുടെ സൂപ്പർ സ്റ്റാറാണ് അന്നത്തെ ആ പയ്യൻ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചത്
ടോവിനോനെയാണ് അല്ലേ? അതെന്നൊക്കെ പറഞ്ഞാൽ അത് ആ ചേട്ടന്റെ ഗതികേടായിരുന്നു. അല്ല പുള്ളിക്ക് കൊണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളങ്ങനെ വീടെത്തുമല്ലോ. അത് ടോവിനോക്ക് ഇത് കേൾക്കുമ്പോൾ അതൊരു സ്റ്റോറി ഒക്കെ ആണെങ്കിൽ അന്ന് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നു ഏത് സിനിമയാന്ന് ഓർക്കുന്നുണ്ടോ, ഏതാണ് സെറ്റ് എന്ന് ഓർക്കുന്നുണ്ടോ? അതുണ്ട്. പക്ഷെ നമ്മളൊന്നും മെൻഷൻ ചെയ്യേണ്ട മൊബൈലൊക്കെ ഉള്ള സമയമല്ലേ? മൊബൈലൊക്കെ ഉള്ള സമയം. ഞാൻ സിനിമയിൽ വരുമ്പോ മൊബൈലുണ്ടല്ലോ. അപ്പൊ എറണാകുളത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. എറണാകുളത്ത് വേറെ ആരും വിളിക്കില്ല, ചേട്ടനുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്തോ. നമുക്ക് അങ്ങനത്തെ നാണമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി കിടന്നുറങ്ങാനും സ്ഥലം വേണം. ഇല്ലെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും കിടന്നുറങ്ങാനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇവിടെ കിടന്നാൽ വളരെ ഈസി ആയിട്ട് ഉറങ്ങുന്ന ആളാണ്. ശരി. അതിൽ സുജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, സാധാരണക്കാരിൽ നിന്ന് ഒരു അസാധാരണമായിട്ടുള്ള വളർച്ച കാണിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൂടുതലും എടുത്തു പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേര് ടോവിനോന്റെയാണ്. ടോവിനോയും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആൾക്കാരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ യങ്സ്റ്റേഴ്സ് സിനിമയിലേക്ക് വരണ്ടേ, ഞങ്ങൾ റോൾ മോഡലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അതെനിക്ക് അങ്ങനെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറയും ഇൻസ്പിറേഷനൊക്കെ ഓക്കെ, പക്ഷെ അത്ര വലിയ എളുപ്പമൊന്നുമല്ല കേട്ടോ. അതും കൂടെ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. അതും കൂടെ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് കുറെ പുറത്ത് കാണുന്ന അത്ര എളുപ്പമില്ല. അതിനെപ്പറ്റി കുറച്ചും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വന്ന് ഉടനെ മനസ്സിലാവും. വന്ന ഉടനെ മനസ്സിലായത് പുറത്തുനിന്ന് നോക്കണം അത്ര എളുപ്പമില്ല ഈ പരിപാടി മനസ്സിലായി. പക്ഷെ നമുക്ക് ഇതിന്ന് എല്ലാ ദിവസവും വർക്ക് തീരുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയണത് അത് വേറെ ഒന്നുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാത്തതാണ്. നമുക്ക് ഫെയിമിനോ പൈസയ്ക്കോ ഒന്നും തരാൻ പറ്റാത്തൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു സിനിമ കണ്ടിട്ട് ഒരാൾ വന്നിട്ട് ഗംഭീരമായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടും. അതുണ്ട്. അതുപോലെ അൺകണ്ടീഷണൽ ലവ് കിട്ടും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, ഇതിന്റെ അപ്പുറത്ത് നമുക്ക് ഇതിന്റെയൊക്കെ പ്രഷറും ടെൻഷനും കുറെ പെയിനും ഒക്കെ ഉണ്ട്. അതായത് ഈ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഈ രണ്ട് വശം ഉണ്ടാവും. സുഖം മാത്രമുള്ള ഒരു മേഖലയും ഇല്ല. സുഖവും ദുഃഖത്തിന്റെയും ഒരു കോമ്പിനേഷനിൽ ഒരു ബാലൻസിലാണ് നമ്മൾ നിങ്ങളുടെ പ്രൊഫഷനിൽ അങ്ങനെയല്ലേ? എല്ലാത്തിലും അങ്ങനെയാണ്. എന്താണെങ്കിലും അറ്റ് ലാസ്റ്റ് ടോവിനോ വളരെ ഫ്രം ദ ഹാർട്ട് എന്ന് പറയാണ്, ഞാൻ എന്റെ സ്വപ്നത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയും. അതാണ് നമ്മുടെ സന്തോഷം അല്ലേ? സ്വപ്നം നല്ല സ്വപ്നമാവും ദുസ്വപ്നമാവും. പക്ഷെ ഞാൻ എന്റെ സ്വപ്നമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദുഃഖങ്ങൾ വളരെ ചെറുതാണ്. ഓക്കെ ഓക്കെ. എന്താണെങ്കിലും ആ ഒരു ഇങ്ങനെയുള്ള ആ ഒരു യാത്ര ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. അതിനൊരു താങ്ക്സ് പറയുകയാണ്. എനിവേ, നിങ്ങൾ രണ്ടുപേരും തൃശ്ശൂർക്കാരായതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഒരു അന്വേഷിപ്പിൻ കണ്ടെത്തും കോൺടെസ്റ്റ് നടത്താൻ പോവാണ്. രണ്ടുപേർക്കും തൃശ്ശൂരിനെ കുറിച്ച് കുറച്ച് അന്വേഷിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും കൂടെ അന്വേഷിക്കാം. എന്നിട്ട് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം കേട്ടോ. റെഡി അല്ലേ? തൃശ്ശൂരിന്റെ പഴയ പേരെന്താണ്? തൃശ്ശൂർ പേരൂർ. അന്വേഷിക്കുന്നു വേണ്ടല്ലേ? സെറ്റാണ്. ഓക്കെ. തൃശ്ശൂരിന് മറ്റൊരു പേര് കൂടി. വിരിഞ്ഞാൽക്കുട. അതാണ് ഇരിങ്ങാലക്കുട. വിരിഞ്ഞാൽക്കുട. നമ്മളവിടെ സെന്ററിൽ തന്നെ ഒരു വലിയൊരു ആലുണ്ട്. 100 വർഷത്തിലും മേലെ പഴക്കം. അതാണ് ഇരിഞ്ഞാലക്കുട ആയത്. ഓക്കെ. എന്താണ് പറയപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കേട്ടറിവാണ്. തൃശ്ശൂരിന് വേറൊരു പേരുണ്ട്, അറിയാം? അന്വേഷിച്ചോളൂ, കണ്ടാളോ അങ്ങോട്ടും. തൃശ്ശൂർ പേരൂരും തൃശ്ശൂരും അല്ലാതെ രണ്ട് ടൈപ്പ് എഴുതാം. അതെ. വേറെ പേര് അത് എങ്ങനത്തെ നമ്മൾ കേട്ട് പരിചയമില്ലാത്തൊരു പേര്. അങ്ങനല്ല, അന്വേഷിച്ച് കിട്ടുമോ? അല്ല, അത് എങ്ങനത്തെ ഒരു ഐതിഹ്യം വെച്ചിട്ടുള്ള പേരാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പണ്ടത്തെ ഒരു സാധനമാണ്? പ്രതിമകൾ വെച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കും. വൃഷഭദ്രിപുരം. തൃശ്ശൂർക്കാർക്ക് അറിയുന്നുള്ളവരും എനിക്കറിയില്ല. ഇത് ഞാനിത് ഗസ്റ്റ് ചെയ്തിരുന്നെങ്കിലും കിട്ടില്ലാത്ത കാര്യമായതുകൊണ്ട് ഇത് വൃഷഭദ്രിപുരം. വൃഷഭദ്രിപുരം അതിന്റെ അർത്ഥം അത് കേട്ടവരോട് ചോദിക്കേണ്ടി വരും. ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിലും ഉത്തരം കിട്ടും. കേരളത്തിലെ ഫസ്റ്റ് ഫുള്ളി കമ്പ്യൂട്ടർ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള നിയമസഭാ മണ്ഡലം ഏത്? എന്തെന്ന്? ഏറ്റവും ആദ്യത്തെ ഫുള്ളി കമ്പ്യൂട്ടർ ലിറ്ററസി നേടിയിട്ടുള്ള നിയമസഭാ മണ്ഡലം അത് പറയണം. കണ്ണെടുത്ത് നമുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടോളം അന്വേഷിച്ചോളൂ, എന്നിട്ട് പറഞ്ഞോളൂ. അന്വേഷിപ്പിൻ കണ്ടെത്തും. അത് ഞാൻ തെറ്റിത്തരം പറഞ്ഞേക്കാളും ഭേദം പാസ് പറയണം. അല്ലല്ല, ഇത് ടോവിനോ പറയണം. ഞാൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ലേ? ഒന്നുകൂടി ചോദിച്ചേ. അതായത് കമ്പ്യൂട്ടർ ലിറ്ററസി നേടിയിട്ടുള്ള ആദ്യത്തെ, കേരളത്തിലെ ഫസ്റ്റ് കംപ്ലീറ്റ് നേടിയിട്ടുള്ള നിയമസഭാ മണ്ഡലം. യു ക്യാൻ പറയൂ. മുകുന്ദപുരമാണോ? ഇരിങ്ങാലക്കുടയാണോ? ഇരിങ്ങാലക്കുട.
താലൂക്കാണല്ലോ അല്ലേ? കുറച്ച് GK തന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് ഞാനിങ്ങനെ ആശ്വസിക്കാം. തൃശ്ശൂർ പൂരം ഏത് എനിക്ക് അത്ര കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ല കേട്ടോ, ഞാനും അവിടത്തെയാണ്. തൃശ്ശൂർ പൂരം ഏത് മലയാള മാസത്തിലാ? ഏപ്രിലാന്നറിയാം. ആ സമയത്ത് ഏതാ മാസം പറഞ്ഞ അതെല്ലാ കൊല്ലം ഉള്ളവരോട് ഞങ്ങൾ വിഷുവൊക്കെ ഏത് മാസത്തിലാ? വിഷു ഏപ്രിൽ 14. മലയാള മാസം പെട്ടു. ഈസ്റ്റർ അങ്ങനെ നമുക്ക് മനസ്സിലായത്. ഈസ്റ്റർ അത് ഞായറാഴ്ച, സൺഡേ അതാ സൺഡേ എന്നാ പറയാ, അല്ലാണ്ട് വേറെ ഇതൊക്കെ മാറും. ഡേറ്റ് ഒക്കെ മാറും. മേടമാസം. മേടമാസത്തിലാണ്. ഓണം എപ്പോഴാന്ന് ചോദിച്ചു ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം. ഓണം എപ്പോഴാ? ചിങ്ങം. ഓ വലിയ കാര്യായിട്ടോ. ചിങ്ങമാസത്തിന് മുമ്പത്തെ മാസം ഏതാ? ചിങ്ങമാസത്തിന് തൊട്ടുമ്പത്തെ മാസം ഏതാ? കഴിഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് ചോദ്യം വരുന്നത് ഓണം വിഷു. എനിക്കറിയാം 12 മാസം. ചിങ്ങമാസം കഴിഞ്ഞിട്ടുള്ള മാസം ഏതാ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, മിഥുനം, ഇടവം, മിഥുനം, കർക്കിടകം. ചിങ്ങത്തിന് മുൻപ് കർക്കിടകം. യെസ്. ഞങ്ങൾ ചോദിച്ചാൽ എത്ര പറഞ്ഞില്ല. ഓണം വിഷു ഒക്കെ ഞായറാഴ്ചകൾ വരണമെന്നില്ല. ഇല്ല, ഈസ്റ്റർ ഞായറാഴ്ച വരണം. അത് വരും. അറിയണതാ. ഓക്കെ. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്, പക്ഷേ ഒരു ത്രില്ലർ എന്നുള്ളതിനെക്കാട്ടിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ജേണിയാണ് നമുക്ക് കാണാൻ പറ്റണമെന്ന് പറഞ്ഞു. എല്ലാ വിധത്തിലുള്ള സക്സസും ആവട്ടെ. ഫെബ്രുവരി 9 റിലീസ് ആവുകയാണ്. നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താ രണ്ടാൾക്കും പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. ഈ സിനിമ കണ്ടു നോക്കും. നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിക്കുന്ന ഒരു സിനിമയാണെന്ന് ഇതിന്റെ ടീസറും ട്രെയിലറും ഇതിന്റെ മറ്റു പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ താല്പര്യത്തിന് യോജിക്കുന്ന, നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അതെ, എല്ലാവരും 9-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ. നല്ലൊരു സിനിമയായിരിക്കും. താങ്ക് യു സോ മച്ച് ടോമിനോ. താങ്ക് യു വിനീതേട്ട.